ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും നമ്മുടെ രാജ്യത്തെ തകർക്കുവാനോ മതപരമായിട്ട് ഭിന്നിപ്പിക്കാനോ കഴിയില്ല എന്ന് ഭീകരാക്രമണ ശേഷം വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യമാവുകയുണ്ടായി. മതപരമായി സാമുദായികമായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ രാജ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന വലിയ ഒരാശയം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അതിലടക്കമുള്ള ഈ 26 രക്തസാക്ഷികളും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളുമെല്ലാം വന്നു. ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹവും വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമായത്. അതിനാൽ തന്നെ ക്ഷമയും ആത്മസംയമനവും നഷ്ടപ്പെടുത്താതെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും അതുപോലെ തന്നെ ഭരണഘടനയിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ആവശ്യമായ നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ വിശ്വാസികൾക്ക് സാധ്യമാവണം.